ശാലിനി പറയുകയാണ്. അപ്പോ അത് ശരി, അത് എന്നോട് പറയാതിരിക്കണമെങ്കിൽ അമ്മ പോയത് രാജേശ്വരിയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. ശാരികയെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് ശാലിനി പറയുകയാണ്. ദേ നോക്കിയേ, ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ അറിയാം കള്ളത്തരം. ആ രാജേശ്വരി ഈ മുറ്റത്ത് കാല് ചവിട്ടിയപ്പോൾ മുതൽ അമ്മയുടെ മുഖത്തൊരു പരിഭവവും ഒക്കെ ഞാൻ കണ്ടതാണ്. ഇനിയിപ്പോൾ രാജേശ്വരിക്ക് മുമ്പിൽ കരഞ്ഞ് കരുണയാചിക്കാനാണ് അമ്മ പോയതെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ശാലിനി. ശാരിക പുറകെ നടന്ന് വിളിക്കുകയാണ്. മോളെ, നീ ഇപ്പോൾ അവിടത്തേക്കൊന്നും പോകേണ്ട. ശാലിനി അവിടെ നിൽക്കാനെന്നൊക്കെ ശാരിക പറയുന്നുണ്ടെങ്കിലും ശാലിനി കേൾക്കാതെ പോവുകയാണ്. അതേസമയം രാജേശ്വരിയുടെ വീട്ടുമുറ്റത്ത് രാജേശ്വരി ശാരദാമ്മയോട് പറയുകയാണ്. എന്താ ശാരദ ഇനിയും മടിച്ചു നിൽക്കുന്നത്? വാ, വന്നെന്റെ കാല് പിടിക്ക്, കരഞ്ഞ് മാപ്പ് ചോദിക്ക്. അത് കണ്ട് മനസ്സലിവ് തോന്നിയാൽ മാത്രം ആ 10 ലക്ഷം രൂപയെന്നല്ല, നിന്റെ വീടും സ്ഥലവും എല്ലാം വിട്ടു തന്നിരിക്കും ഈ രാജേശ്വരി. ഇപ്പോ മനസ്സിലായില്ലേ, ആകാശങ്ങളിലിരിക്കുന്ന ദേവീദേവന്മാരല്ല, ഈ ഭൂമിയിൽ കാൽ ചവിട്ടി നിൽക്കുന്ന രാജേശ്വരി ഗോപാലകൃഷ്ണനാണ് ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതം തീരുമാനിക്കുന്നത്. വന്നീ കാൽക്കൽ വീണോ? മാപ്പ് നൽകുന്നതിനെ പറ്റി ആലോചിക്കാം. അതല്ല ഇപ്പോഴും ആത്മാഭിമാനവും കെട്ടിപ്പിടിച്ച് കരിങ്കല്ല് മനസ്സുമായിട്ടിരിക്കാനാണ് ഭാവമെങ്കിൽ ഉടൻ പോകാം. അതാ ആ ഗേറ്റ് തുറന്നു കിടക്കുവാണ്. നിനക്ക് പോകാൻ എന്ന് പറഞ്ഞ് ഗേറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് രാജേശ്വരി. നിങ്ങൾ ഒപ്പിട്ട് തരുന്നോ അതോ പുറത്തു പോകുന്നോ? ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, പിന്നീട് ഒരിക്കലും തിരിച്ചു വരരുത്. എന്തു പറയുന്നു എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടി ശാരദാമ്മ പറയുകയാണ്. ഒപ്പിട്ട് തരില്ല. ശാരദാമ്മയുടെ ഈ മറുപടി കേട്ട് രാജേശ്വരി ഗോപാലകൃഷ്ണനോട് പറയുകയാണ്. കണ്ടോ ഗോപാലേട്ട, എന്ത് അഹമ്മതിയാണെന്ന്. നമ്മൾ കൊടുത്ത 10 ലക്ഷമോ ഇല്ല, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വീടൊഴിയാനും തയ്യാറില്ല എന്നാണ് ഇവര് പറയുന്നത്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്. ശാരദേ, നിനക്ക് രാജേശ്വരിയെ അറിയാഞ്ഞിട്ടാണ്. മര്യാദയ്ക്ക് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഇനി നീ അറിയില്ല നിന്റെ ജീവിതത്തിൽ. ഗോപാലകൃഷ്ണനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം ശാരദാമ്മ പുറത്തേക്ക് തന്നെ പോവുകയാണ്. അന്നേരം രാജേശ്വരി പറയുകയാണ്. ശാരദാമ്മ നിൽക്ക്. ശാരദാമ്മേ, ഇനി ഈ ഗേറ്റ് നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നത് നിങ്ങളും നിങ്ങളുടെ 3 മക്കളും പിച്ചതണ്ടി ഈ പടിക്കൽ വരുമ്പോൾ ആയിരിക്കും. അന്ന് നിങ്ങൾക്ക് എന്റെ കാല് പിടിക്കേണ്ടി വരില്ല. പകരം എന്റെ കാല് കഴുകിയ വെള്ളം ഞാൻ കുടിപ്പിക്കും നിങ്ങൾ 4നെയും. വിരൽ ഞൊടിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ്. ഇതൊരു ചലഞ്ചാണ്. ഇപ്പോഴേ മനസ്സിൽ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. അത്രയും പറഞ്ഞ് രാജേശ്വരി അകത്തു പോകുമ്പോൾ കൂടെ ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും കയറി പോവുകയാണ്. ശാരദാമ്മ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അന്നേരം ശാരദാമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ് ശാരിക ശാലിനിയെ ഫോൺ വിളിക്കുകയാണ്. ശാലിനി, നീ എവിടെയാണ്? പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ, അമ്മ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്. അതെ, എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മ ശാന്തേച്ചിയുടെ കൂടെ പോയി കാണുമെന്ന്. അമ്മ അങ്ങോട്ട് തന്നെയാണ് പോയത്. ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. ശരി ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാലിനി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ചു വന്ന് നിർത്തുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്നിറങ്ങി വിഷ്ണു ചോദിക്കുകയാണ്. അല്ല, ഇന്ന് സ്കൂട്ടി എടുത്തില്ലേ? ഓ, പെട്രോൾ ലാഭിക്കുമായിരിക്കും. എന്തായാലും നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഇഷ്ടമില്ലാതെ ശാലിനി ചോദിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ലേ? അയ്യോ, ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതൊന്നും വിഷ്ണുവിന്റെ അജണ്ടയിൽ ഇല്ലേ? വന്നത് കുട്ടിയോട് കുറച്ച് വർത്തമാനം പറയാനാണ്. പണ്ട് എനിക്ക് നേരെ നടത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടി. എന്ത് മറുപടി? നിങ്ങളുടെ പതിവ് നമ്പരൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇത് ആള് വേറെയാണ്. അതെനിക്കറിയാം. ആള് വേറെ ആയതുകൊണ്ട് മാത്രമാണ് അന്വേഷിച്ച് മറുപടി പറയാനായിട്ട് ഞാൻ വന്നത്. കുട്ടിയെ എന്റെ മറുപടി അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. എന്നെ കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് തോന്നി, അത്ര തന്നെ. വീണ്ടും വിഷ്ണുവിനോട് തർക്കിക്കാനൊരുങ്ങുന്ന ശാലിനിയോട് വിഷ്ണു പറയാണ്. നിക്ക്, കുട്ടി ആദ്യം ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്ക്. അതെ, കുട്ടി പറഞ്ഞ പോലെ പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ പിന്നാലെ പോകുന്ന ഒരു വായി നോക്കിയൊന്നും അല്ല ഈ ഞാൻ. കുട്ടി അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം ഞാൻ പോലും അറിയാത്ത ഒരു കല്യാണാലോചനയാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്രോക്കർ മുരുകണ്ണൻ കൊണ്ടുവന്ന ഒരു കല്യാണാലോചന. ഒരു 1.5 വർഷമായിട്ട് എനിക്കൊരു കല്യാണാലോചനയ്ക്ക് വേണ്ടി അമ്മ ബ്രോക്കറുടെ കയ്യിൽ ഫോട്ടോ കൊടുത്തത് എന്നുള്ളത് നേരാണ്. അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അയാളുടെ കയ്യിലുള്ള ഫോട്ടോയുടെ കൂട്ടത്തിൽ എന്റെ ഫോട്ടോയും ഉള്ളത് കൊണ്ട് അതും കൂടി കാണിച്ചു. ഞാനോ എന്റെ അമ്മയോ അറിയാതെ. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് ശാലിനി. പിന്നീട് വിഷ്ണു പറയുകയാണ്. പിന്നെ പണ്ടൊരിക്കൽ വഴിയിൽ വെച്ച് കണ്ട ഒരു കുട്ടി, അതെന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവളുടെ വ്യാമോഹം മാത്രമാണ് എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത്. ഒരിക്കലും നടക്കില്ല അത്. ഞാൻ മനസ്സ് കൊടുത്തിരിക്കുന്നതേ മറ്റൊരാൾക്കാണ്. അന്നേരം തലയുയർത്തി ശാലിനി ഒന്ന് വിഷ്ണുവിനെ നോക്കുകയാണ്.
വിഷ്ണു പറയുകയാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കൂ. ശാലിനി ചോദിക്കുകയാണ്, അല്ല കുറെ നേരമായല്ലോ എന്നെ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇയാൾ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കള്ളം, എന്തിനാ പറയുന്നതെന്ന് ശാലിനിക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് പറയുന്നത് അതൊരു കുറ്റമൊന്നും അല്ല. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറയൂ. ഏതായാലും താനീ അണിഞ്ഞിരിക്കുന്നത് ഒരു മുഖംമൂടിയാണെന്നേ ഞാൻ പറയൂ. ഈ കാണുന്നതല്ല യഥാർത്ഥ ശാലിനി. യുദ്ധത്തിന് തോക്കുമായിട്ട് പോകുന്ന പട്ടാളക്കാരുടെ മുഖമാണ് തനിക്ക് എപ്പോഴും. ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും പകയുമൊക്കെ എപ്പോഴും ഈ മുഖത്ത് കാണും. ഒട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോഴാണ് അതുണ്ടാകുന്നത്. കയ്യിലുള്ളതെല്ലാം കൈയിട്ട് പോകും എന്നുള്ള ഒരു പേടി. ഇനി അത് വേണ്ട എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് ഇത്രയും സംസാരിക്കുന്നത്. വിഷ്ണുണ്ട് കൊടുങ്കാറ്റിലും പേമാരിയിലും പെടാതെ കുടുംബശ്രീയെ രക്ഷിക്കാൻ. തന്നെയും എന്ന് പറയുകയാണ് വിഷ്ണു. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്ന് വണ്ടിയിൽ കയറാൻ നേരം വിഷ്ണു ഒന്നുകൂടി പറയുകയാണ്, അതെ എന്തോ ഒരു കാരണം പറഞ്ഞ് എന്റെ ഫോട്ടോ താൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്ന് മുരുകണ്ണൻ പറഞ്ഞു. അതവിടെ ഇരുന്നോട്ടെ, കളഞ്ഞേക്കരുത് കേട്ടോ, സൂക്ഷിച്ചു വെച്ചേക്കണം. പോട്ടെ ടാറ്റ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് വിഷ്ണു. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് വീട്ടുമുറ്റത്ത് വീണ്ടും ആലോചിച്ചു നിൽക്കുന്ന രാജേശ്വരിയാണ്. അവിടേക്ക് പുറകിൽ വന്ന് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇടാ നീ ചോദിക്ക്. അത് വേണ്ട, അളിയൻ തന്നെ ചോദിക്ക്. അതാകുമ്പോൾ എന്തെങ്കിലും കൊനസ്റ്റ് മൂടാണെങ്കിൽ ആകുമ്പോൾ അടിക്കില്ല. ഞാനാണെങ്കിൽ എപ്പോൾ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതാണ് പ്രശ്നം. ശരി എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. ചെല്ലളിയ. ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെന്ന ശേഷം ചോദിക്കുകയാണ്, അല്ല രാജേശ്വരി, ശാരദ നിന്റെ കാല് പിടിച്ചിരുന്നെങ്കിൽ ആ വീടും സ്ഥലവും നീ അവർക്ക് വിട്ടുകൊടുക്കുമായിരുന്നോ? ആ കുടുംബശ്രീ ഹോട്ടൽ ഉൾപ്പെടെ? വിട്ടുകൊടുക്കാനോ ഞാനോ? അതിന് രാജേശ്വരി വേറെ ജനിക്കണം. കാല് പിടിച്ചിരുന്നെങ്കിൽ ആ കാല് കൊണ്ട് തന്നെ അവളുടെ മുഖമടച്ചൊന്ന് കൊടുത്തേനെ ഞാൻ. കാൽ കീഴിലിട്ട് ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ചാലും അവളോടുള്ള ദേഷ്യം തീരില്ല എനിക്ക്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, അവരിനി എങ്ങനെയെങ്കിലും 10 ലക്ഷം രൂപ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാലോ? അപ്പോ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആയി പോകില്ലേ? എങ്ങനെ സംഘടിപ്പിക്കുമെന്നാടാ നീ പറയുന്നത്? നേരം വെട്ടം വീണ് ഇരുട്ട് വീഴും വരെ നാട്ടുകാരുടെ എച്ചിൽ പാത്രം കഴുകിയിട്ട് അവൾ എന്ന് സമ്പാദിക്കാനാണ്? 4 വയറ് കഴിയണ്ടേ? അതിനു പുറമെ വിക്രമാദിത്യന്റെ തോളിലെ വേതാളം പോലെ 2 ജോലിക്കാരുടെ കുടുംബം വേറെയും കിടക്കുകയല്ലേ അവിടെ? അല്ല രാജേശ്വരി, അവളിനി എവിടെന്നെങ്കിലും പണം പലിശയ്ക്ക് എടുക്കുകയാണെങ്കിലോ? തിരിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ്, സ്വന്തമായി വീടും കുടിയുമില്ല, കിടപ്പാടവുമില്ല. അങ്ങനെ ഈടൊന്നുമില്ലാതെ ഏതു ബാങ്കിൽ നിന്ന് കടം കൊടുക്കുമെന്നാണ്? നടക്കുന്ന കേസൊന്നും അല്ലെന്നേ അത്. മാത്രവുമല്ല അവളുടെ മകളൊരുത്തി പഠിക്കുന്നുണ്ടല്ലോ നമ്മുടെ അനൂപിന്റെ കോളേജിൽ തന്നെ. ആന വാവിളിക്കുന്നത് കണ്ട് അണ്ണാൻ വാവിളിച്ചതാണ്. കോളേജ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് 50,000-ഉം 75,000 രൂപയും ഒക്കെ ആണ്. പരീക്ഷയ്ക്ക് 1-ാം സ്ഥാനം കിട്ടിയാലൊന്നും ഫീസിൽ ഇളവ് കിട്ടില്ല. ഒരു വശത്ത് ആ ചിലവ്, അതിനിടയിൽ പഠിത്തം പാതി വഴിയിലായ ഒരു പടുമരമാണ് ശാലിനി. എന്നെ തോൽപ്പിക്കാനായിട്ട് കളക്ടർ ആവാൻ നടക്കുവാണ് അവളിനി പേഷ്കാറായി കഴിയുമ്പോൾ കടമെല്ലാം വീട്ടാമെന്ന് കരുതിയാണ്. അങ്ങനെയായിരിക്കും ശാരദയുടെ മനസ്സിലിരിപ്പ്. പക്ഷെ അവൾക്ക് കിട്ടാൻ പോകുന്ന IAS വേറെയാണ്. IAS ഇന്ത്യൻ അടുക്കള സർവീസ് എന്ന് പറയും. അത്രയും പറഞ്ഞ് രാജേശ്വരി ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. പിന്നെയുള്ളത് ഏറ്റവും മൂത്തവളാണ് ശാരിക. പഠിപ്പും ജോലിയും ഉള്ളവർക്ക് തന്നെ കൊള്ളാവുന്ന പയ്യന്മാരെ കിട്ടാത്തപ്പോൾ കോളേജിന്റെ പടി പോലും കാണാത്തവളെ എത്ര ലക്ഷം രൂപ കൊടുത്താലാണ് ആണൊരുത്തന്റെ കൂടെ കൈപിടിച്ചിറക്കി വിടാൻ പറ്റുന്നത്? 3 അടുപ്പ് കല്ല് കൂട്ടി വയ്ക്കുന്നവനും കൊടുക്കണ്ടേ 10-15 ലക്ഷം? പിന്നെ ആകെ ഒരു പിടിവള്ളിയുള്ളത് ആ വീടും സ്ഥലവും മാത്രമാണ്. അത് വെച്ചെന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് ഗോപാലേട്ടന്റെ പേരിലുമാണ്. നമ്മളൊരു കേസ് കൊടുത്താൽ പിന്നെ അതിൽ തൊടാനും ആകില്ല. പിന്നെ എവിടെ നിന്നുണ്ടാക്കും ശാരദ ഇത്രയും പണം? പറ നിങ്ങള്. 3 പെൺമങ്ങളെയും കൂട്ടി നാട് നീളെ തെണ്ടും അവള്. ബാലചന്ദ്രൻ പറയുകയാണ്, ഗംഭീരമായിട്ടുണ്ട് ചേച്ചി, ഇത്രയുമൊക്കെ മുൻകൂട്ടി കണ്ടു അല്ലേ? കാണണമല്ലോ, അതാണ് ഈ രാജേശ്വരി. എടാ, ഓടുന്ന പട്ടിക്ക് 1 മുഴം മുൻപേ എന്നാണ് പ്രമാണം. ശാരദ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുവാണ്, കാലുവെന്ത നായയെ പോലെ. ഓടി ഓടി തളർന്നു വന്ന് വീഴാൻ പോകുന്നത് ഈ രാജേശ്വരിയുടെ കാൽക്കൽ തന്നെയാണ്. അന്നത്തേക്ക് ഞാൻ കരുതി വച്ചിരിക്കുകയാണ് അവൾക്ക് കൊടുക്കാനുള്ള ചവിട്ട്. രാജേശ്വരിക്ക് മുൻപിൽ താൻ എത്ര ചെറുതായിരുന്നു എന്ന് അന്നവൾക്ക് മനസ്സിലാകും. ഭൂമിയിൽ ഒരു അടയാളം ബാക്കി വെക്കാതെ ചവിട്ടി തേച്ച് കളയും ഞാൻ ആ പുഴുവിനെ. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഞാൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് ശാന്ത. അന്നേരം പോകാൻ റെഡിയായി വരികയാണ് രാജി ചോദിക്കുകയാണ്, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു.
ഈ തട്ടൊന്ന് അടച്ചേ. രാജി ആ തട്ട് അടയ്ക്കുമ്പോഴേക്കും ശാരിക രണ്ടുപേർക്കുമുള്ള പൈസയുമായി വന്ന് കൊടുക്കുകയാണ്. അമ്മ എവിടെ മോളെ എന്ന് ശാന്ത ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അടുക്കള ഒതുക്കുവാണ്, നിങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇപ്പോ കഥക് പൂട്ടണ്ടേ, ഞങ്ങൾ ചെയ്തോളാം. ശാലിനി ഇപ്പൊ വരും എന്ന് പറയുമ്പോൾ ശരി മോളെ എന്നും പറഞ്ഞ് രാജിയും ശാന്തയും ഇറങ്ങുകയാണ്. ശാരിക ബോർഡൊക്കെ എടുത്ത് അകത്ത് വെക്കുമ്പോഴേക്കും ഗേറ്റിന്റെ അടുത്തേക്ക് കുടിച്ച് ബോധമില്ലാതെ വരികയാണ് രാജീവ്. രാജീവ് പറയുകയാണ്, ഹലോ ഗുഡ് മോർണിംഗ്. ശാരികയുടെ അടുത്തേക്ക് വന്ന രാജീവിനോട് സാറോന്ന് ശാരിക ചോദിക്കുമ്പോൾ, അതെ ഞാൻ തന്നെ, രാജീവ് രംഗനാഥ്. താനിവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി പോയി കാണുമെന്ന്. ശാരിക ചോദിക്കുകയാണ്, ഞാൻ എങ്ങോട്ട് പോകാനാണ്? അല്ല, അന്ന് ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഇയാളുടെ അനിയത്തി പറഞ്ഞു, ഇനി ഇയാളുടെ കൈകൊണ്ട് അധികം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകില്ല, ഇയാൾ എങ്ങോട്ടോ പോകുവാണെന്ന്. അപ്പോ പിന്നെ ഇങ്ങോട്ടുള്ള വരവങ്ങ് മതിയാക്കാമെന്ന് ഞാനും കരുതി. അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയായിരുന്നേ എന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറയുകയാണ് രാജീവ്. അന്നേരം ശാരിക രാജീവിനെ തന്നെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അല്ല ഇയാളുടെ കൈപുണ്യമേ. അപ്പോ അതുകൊണ്ടാണോ സാർ ഇങ്ങോട്ട് കഴിക്കാൻ വരാത്തത്? ആ, അങ്ങനെയും പറയാം. ശാരിക ഇല്ലാതെ എനിക്ക് എന്തോന്ന് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിലെ സ്ത്രീ പോയാലേ പിന്നെ കുടുംബം മാത്രമേ ബാക്കിയുള്ളൂ. രാത്രി ഇങ്ങോട്ട് കയറി വന്ന് സാഹിത്യം പറയല്ലേ സാറേ. വാ, എന്തെങ്കിലും കഴിക്കാം, സാറിന് നല്ല ക്ഷീണമുണ്ട്. അതിനിവിടെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ, പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ശാരിക വാതിലടയ്ക്കാൻ വേണ്ടി വന്നതല്ലേ. അത് കേട്ട് ശാരിക പറയുകയാണ്, മുൻപ് ഹോട്ടലിലെ ഭക്ഷണം തീർന്നിട്ട് സാറിനിവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, എന്റെ വിഹിതം. അതെ, അങ്ങനെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. എന്നെ കുടുംബത്തിലെ ഒരു അംഗമായി കരുതി ഒരാൾക്കുള്ള ഭക്ഷണം മാറ്റിവെക്കാൻ അങ്ങനെ ശാരദാമ്മ പറഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അത് പക്ഷെ അവസാനിക്കുന്നത് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. മൊത്തം ശോകമാണല്ലോ സാറിന്റെ സംസാരം. തൽക്കാലം സാർ വരണം, എന്തെങ്കിലും കഴിക്കാം. ആ എന്ന് പറഞ്ഞ് രാജീവിനെ അകത്തേക്ക് വിളിക്കുകയാണ് ശാരിക. ശാരിക രാജീവിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നത് ശ്യാമ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.